സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി, എന്തിനേയും എന്തും ചെയ്യവന് അധികാരമുള്ളവനായി, ഞങ്ങളുടെ തലയായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ നീതീകരണമായി ഞങ്ങളിൽ വസിക്കുന്ന കർത്താവും ദേവാദിദേവനുമായി സ്തോത്രം ചെയ്യുന്നു. എന്നോടുകൂടെ ഒരു കൂട്ടായ്മ കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്ക് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഏതൊരു വിഷയമായാലും കർത്താവ് ഞങ്ങളുടെ ബലഹീനതകൾക്ക് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ബലഹീനരായിട്ട് കർത്താവ് നീ താങ്ങിയാട്ടെ, നീ ഞങ്ങളുടെ രക്ഷയായി വെളിപ്പെട്ടാട്ടെ. ഞങ്ങളുടെ നീതീകരണമാണല്ലോ കർത്താവേ. സ്തോത്രം. നിന്റെ വചനത്തെ ഉറപ്പിക്കാൻ ഞങ്ങളോട് കൂടി നീ പ്രവർത്തിക്കുന്ന നല്ല വിശ്വസ്തനായ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്തു. നീ അല്ലാതെ മറ്റൊരുത്തനുമില്ല കർത്താവേ, നീ അല്ലാതെ മറ്റൊരുത്തനുമില്ല. വ്യാജ്യമായ ദൈവങ്ങളുടെ പേര് നടത്തുകൊണ്ട് മധ്യസ്ഥന്മാരെ പേരെടുത്തുകൊണ്ട് വരുന്ന അധർമ്മമൂർത്തികളുടെ മേൽ നിന്റെ നാമത്തെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദേശത്തെ അടക്കി വരുന്ന അന്തര ശക്തികൾ മേൽ ജയമെടുക്കുകയാണ്. കേരളത്തെ അടക്കി വരുന്ന അന്ധകാര ശക്തികൾ മേൽ ജയമെടുക്കുകയാണ്. തിരുനാമത്തിൽ നിന്റെ പ്രായശ്ചിത്തമായിട്ട് ഉയർത്തിയാട്ടെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ് കൂടെ ആമേൻ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. വളരെ ജാഗ്രതയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ കർത്താവെ നീ അടിയനോട് ഇടപെടണം. എന്നോട് സംസാരിക്കുക മാത്രം. എനിക്ക് നിൻ്റെ പുനരുത്ഥാന ശക്തി, അവൻ പുതിയ നിയമത്തിൻ്റെ നന്മയാണ് ക്രിസ്തു. ഒരേ ഒരു നന്മയാണ് ക്രിസ്തു. അവന് സകലതുമുണ്ട്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിലാണോ, ക്രിസ്തു നമ്മൾ കൂടെയുണ്ടോ, നാം സർവത്തിനും അവനോടുകൂടെ അവകാശിയാണ്. സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ നിയമത്തെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് അവന് കിട്ടേണ്ട അനുഗ്രഹവും അവന് കിട്ടേണ്ട സംരക്ഷണവും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. നമ്മുടെ ഡ്യൂട്ടി ജസ്റ്റ് റിലൈ ഓൺ ഹിം, വിശ്വസിക്കുക എന്ന് മാത്രമാണ്. സ്തോത്രം. ഈ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻസൊക്കെ വീണ്ടും ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ഏകാഗ്രത, നാം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും പറയാറുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്തീയ മതത്തിൻ്റെ ഉപദേശമല്ല നാം പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഡിനോമിനേഷൻ്റെ ഉപദേശമല്ല. ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടായിട്ട് അവരുമായിട്ടൊരു ഉടമ്പടി ചെയ്ത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തം കൊണ്ട് അവനുമായിട്ടൊരു പേഴ്സണൽ ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടിയെ സീൽ ചെയ്ത് അവനുമായിട്ട് ഒന്നായിട്ട് പോകുന്നൊരു പാതയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. മറ്റത് ക്രിസ്തീയ മതവിഭാഗങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ ഡിനോമിനേഷൻ, പെന്തിക്കോസ്റ്റിനകത്ത് തന്നെ അവരവർക്ക് അവരവരുടെ ഡിനോമിനേഷനിലായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. എല്ലാം ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, ആരെയും വിധിക്കുവാനല്ല. പക്ഷെ ഞാൻ ട്രൂ ഡോക്ട്രിൻ എന്താണ് എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ആ ചിന്തിക്കാനുള്ള വാക്യം അത് തന്നെയാണ്. സ്തോത്രം. നമ്മൾ അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്ര. വേഴ്സ് 4, 15 വേഴ്സ് 4, റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 4. നിങ്ങൾ ബൈബിളുള്ളവരൊക്കെ എടുത്തു വെച്ചോളൂ. ബൈബിൾ എല്ലാവർക്കും വേണം. സ്തോത്രം. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കുന്നു. ഫോർ വാട്ട് എവർ വാസ് റിട്ടൺ ഇൻ ഫോർമർ ഡേയ്സ് was written for our instruction, that through endurance and through the encouragement of the scriptures we might have hope. ഇതിന് നല്ല ശക്തമായ ഒരു ഉദാഹരണം എടുക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ആമേൻ. ലൂക്കോസ് ചാപ്റ്റർ 24, അതിന്റെ ഒരു മുഴുവൻ വായിക്കുന്നില്ല, വേഴ്സ് 13 തുടങ്ങി വായിക്കുകയാണ്. ആമേൻ. ലൂക്കോസ് ചാപ്റ്റർ 24 വേഴ്സ് 13 തുടങ്ങി. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള വാർത്ത. സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും ആമേൻ. സ്തോത്രം. എന്നിരിക്കും അതിനൊന്ന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ
മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് ആദ്യം പോകാം. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 1 തുടങ്ങി തന്നെ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് തിരിച്ചുവിടെ വരാം. സ്തോത്രം. ആമേൻ. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്തോത്രം ഗ്രിഗോറിയൻ 13 പോപ്പ് ഗ്രിഗോറിയൻ 13 ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിനെ പറയുന്നത്. സ്തോത്രം. അതിനകത്താണ് ഈ ഡേയ്സിനൊക്കെ പേരിട്ടിരിക്കുന്നത്. ജ്യൂസിന് അന്നും ഇന്നും ഒരേ ഒരു ദിവസത്തിന് മാത്രമേ പേരുള്ളൂ. ഫസ്റ്റ് ഡേക്ക് അവർ പറഞ്ഞത് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. സെക്കൻഡ്, അതായത് അവരുടെ ശബത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ദിവസത്തിന് പറയുന്നതാണ് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്, തേർഡ് ഡേ ഓഫ് ദ വീക്ക്, ഫോർത്ത് ഡേ ഓഫ് ദ വീക്ക്, ഫിഫ്ത്ത് ഡേ ഓഫ് ദ വീക്ക്, ദെൻ സിക്സ്ത് ഡേ ഓഫ് ദ വീക്ക്. പിന്നെ സെവൻത്ത് ഡേയ്സിന് പേരിന് ഒരു പേരുള്ള ശബോത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ ശബത്ത് എന്ന് പറയുന്നത്. പിന്നീട് റോമൻ ചക്രവർത്തി വന്നപ്പോഴാണ് സൺഡേ, മൂൺ ഡേ അല്ലെങ്കിൽ വെഡ്നസ്ഡേ അങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ടത്. ഇത് നമ്മൾ ഡിഫറെന്റ് സബ്ജക്ട്. അതുകൊണ്ട് ശബത്ത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വീക്കിലി ശബത്ത്, സാറ്റർഡേ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ, അപ്പോൾ 1-ാം ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാറ്റർഡേയുടെ ഈവനിങ് തുടങ്ങി സൺഡേയുടെ ഈവനിങ് വരെയാണ് ജ്യൂസിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. നമുക്ക് മിഡ് നൈറ്റിൽ 00 അവേഴ്സിൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം അവര് മിസ്രൈം ദേശത്ത് ഫസ്റ്റ് പാസ് ഓവർ നടത്തിക്കൊണ്ട് യാത്ര പുറപ്പെട്ട സമയം തുടങ്ങിയാണ് അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ആ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരം വെളുക്കുമ്പോൾ മഗ്ദലേക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. ഓക്കെ, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നു. സ്തോത്രം. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി. ഈ കാവൽക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കല്ലറയ്ക്ക് ഉള്ളിലിരിക്കുന്നവൻ യാതൊരു കാരണവശാലും പുറത്തു വരരുത്. ഈ കാണാൻ വന്ന സഹോദരിമാരുടെ ആഗ്രഹമെന്നോ ഈ ക്രൂശിക്കപ്പെട്ടവരുടെ ക്രിസ്തുവിനെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് അകത്ത് വെച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പൊ കല്ലറ ഒന്ന് തുറന്നു കിട്ടണം, നമുക്ക് മുമ്പിൽ ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവര് വരുന്നത്. പക്ഷേ കല്ലറ വന്ന് തുറന്നിരിക്കുന്നതാണ് കാണുന്നത്. കാവൽക്കാർ ദൂതന്മാരെ കണ്ടപ്പോൾ പേടിച്ചു മരിച്ചവരെ പോലെ അയാൾ മരിച്ചിട്ടില്ല. ദൂത സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ദൂതൻ അറിയാം ഇവിടെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്നതിന് വലിയൊരു മീനിങ് ഉണ്ട്. Hallelujah. For I know that ye seek Jesus which was crucified, the crucified Christ. മറ്റുള്ളവരൊക്കെ അന്വേഷിക്കുന്നത് എന്താ? ഭൗതികമായിട്ട് അവരുടെ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. ഇത് രണ്ട് ജീസസ് ഡിഫറെന്റ് ആണ്, ഈ രണ്ട് സുവിശേഷം ഡിഫറെന്റ് ആണ്. മറ്റുള്ളത് ഈ ഭൗതികമായ ആവശ്യങ്ങൾക്ക്, ശാരീരികമായ ആവശ്യങ്ങൾക്ക് ഒരു സോഷ്യൽ വെൽഫെയർ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന സാത്താന്റെ ഒരു രൂപാന്തരമാണ് മറ്റൊരു യേശു എന്ന് പറയുന്നത്. ഇവരന്വേഷിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. അപ്പൊ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിന് അവരന്വേഷിക്കുന്നവന് ദൂതന്റെ കയ്യിൽ ദൂതുണ്ട്. എന്നാൽ ഈ കലറിലിരിക്കുന്നവൻ യാതൊരു കാരണവശാലും പുറത്തു വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിയിരിക്കുന്നത്? കാവൽക്കാരിയിരിക്കുന്നത്. രണ്ട് വ്യക്തികളെ, രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്തോത്രം. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണും. അപ്പോൾ റിസറക്ഷന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൂത് ആദ്യമായിട്ട് കിട്ടുന്നത് ഈ സഹോദരിമാർക്കാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമെന്ന് പറഞ്ഞു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫസ്റ്റ് മെസ്സേജ് അവർക്ക് കിട്ടി, ഉയർത്തെഴുന്നേൽപ്പിന്റെ റിസറക്ഷന്റെ ഫസ്റ്റ് മെസ്സേജ് കിട്ടി. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോട് മഹാസന്തോഷത്തോടും കല്ലറ വിട്ടു അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൂതുമായിട്ട് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിനെ അന്വേഷിച്ചവരായവർക്ക് ദൂത് കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൂത് അവരുടെ ഹൃദയത്തിൽ പകർന്നു. ആമേൻ, സ്തോത്രം. അവർ ആ ദൂത് മറ്റുള്ളവരുടെ അറിയിക്കാൻ, സുവിശേഷം മറ്റുള്ളവരുടെ അറിയിക്കാൻ വേണ്ടി തിരക്കിട്ട് പോവുകയാണ്. എന്നാൽ യേശു അവരെ എതിരേറ്റു. അവൻ നിങ്ങൾക്ക് വന്നിരെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവനെ കാൽ പിടിച്ച് അവരെ നമസ്കരിച്ചു.
യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരുടെ ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞ ദൂതും യേശു അവർക്ക് വെളിപ്പെട്ട് പറഞ്ഞു കൊടുത്ത ദൂതും രണ്ടും ഒന്ന് തന്നെയാണ്. ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവന് വേറെ പല പല ദൂതുകളൊന്നും വരികയില്ല. ഈ അന്വേഷണത്തിൽ നിന്ന് മാറിപ്പോയി പ്രവാചകന്റെ അടുത്ത് പോവുകയോ മറ്റുള്ള അടുത്ത് പോകുമ്പോഴാണ് ദൂത് മാറിപ്പോകുന്നത്. അപ്പോൾ അന്വേഷണം ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന് തന്നെയാണോ എന്ന് അന്വേഷിക്കുന്നവർ ചിന്തിക്കണം. അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തില് ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ, നമ്മൾ അതിലേക്ക് വരാൻ പോവുകയാണ്, ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ദൂത് ചിലപ്പോൾ ദുഷ്ടൻ ദുരാത്മാവിൽ കൂടെ കൊണ്ടുവരും. അതിന് തക്കതായ പ്രവാചകന്മാരും വേണ്ടത്ര പെന്തിക്കോസ്തിലെ പ്രവാചകന്മാരും മാത്രമല്ല ഉപദേഷ്ടന്മാരുണ്ട്. 5 വിധ ശുശ്രൂഷകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തവരുണ്ട്. ഓക്കെ, അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് പറഞ്ഞു. അപ്പൊ കാവൽ നിൽക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരുത്തൻ പോയി കല്ലറയ്ക്ക് അകത്തിരിക്കുന്നവൻ പുറത്തു വരരുത്. എന്നാൽ ഈ കണ്ട കാര്യങ്ങളൊക്കെയും അവർ മനസ്സിലാക്കി. അതാ പറഞ്ഞ മരിച്ചില്ലായിരുന്നു, മരിച്ചവരെ പോലെയായെന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ, അതായത് സഹോദരിമാര് സുവിശേഷമായിട്ട് പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചില നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. ഇവിടെ കണ്ടോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൂത് കേട്ട കാവൽക്കാര്, അവിടെ ലക്ഷ്യം വേറെയായിരുന്നു, സഹോദരിമാരുടെ ലക്ഷ്യം വേറെയായിരുന്നു. സഹോദരിമാർക്ക് കിട്ടിയ ദൂതും കാവൽക്കാർക്ക് കിട്ടിയ ദൂതും ഒന്ന് തന്നെയാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൂതാണ്. ആമേൻ. ചില 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ക്രൂശിച്ച് അടക്കം ചെയ്തിരിക്കുന്നത്, ഈ കല്ലറിൽ അടക്കം ചെയ്തിരിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറ തുറന്നു കിടക്കുകയാണ്. ദൂത് കിട്ടിയത് ഒന്ന് തന്നെയാണ്, പക്ഷെ 2 പേരുടെയും ലക്ഷ്യം ഡിഫറൻ്റ് ആണ്. സ്തോത്രം. ഇവർ കല്ലറയിൽ അകത്തിരിക്കുന്നവൻ പുറത്തു വരുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കാവൽക്കാർ നിൽക്കുന്നത്. നേരെ പോയത് മഹാപുരോഹിതന്മാരുടെ അടുത്തേക്കാ, സഹോദരിമാർ നേരെ പോയത് ശിഷ്യന്മാരുടെ അടുത്തേക്കാ. ഈ 2 ഡിഫറൻസും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വലിയൊരു മർമ്മമുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നത് ആരെയാണോ അതിനനുസരിച്ചുള്ള ദൂതായിരിക്കും വരുന്നത്. അവർ പോകുന്നത് ശരിയായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൂത് കറക്റ്റ് ആയിരിക്കും, നിങ്ങൾ പോകുന്നത് സുവിശേഷമായിട്ടായിരിക്കും. അല്ല, ലക്ഷ്യം വേറെയാണെങ്കിൽ നിങ്ങൾ പോകുന്നത് മഹാപുരോഹിതന്മാരായിരിക്കും. അവിടെ ചെന്ന് മഹാപുരോഹിതന്മാർ അവർക്ക് വേണ്ടുവോളം കൊടുത്തു. സ്ഥാനമാനങ്ങൾ വേണ്ടവർക്ക് വേണ്ടുവോളം, പണം വേണ്ടവർക്ക് വേണ്ടുവോളം, ഫെയിം വേണ്ടവർക്ക് വേണ്ടുവോളം ഇഷ്ടംപോലെ കൊടുത്തു. അപ്പോൾ കല്ലറയുടെ അടുത്ത് തന്നെ അവർ പറഞ്ഞു കൊടുത്തതാണ്, അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയും. ദ വെരി മൂമെന്റ്, വെരി സ്പോട്ട് ഓഫ് ദ ടോംബ് സുവിശേഷം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. 2 പേർക്ക് ലഭിച്ച ദൂത് ഒന്ന് തന്നെയാണ്. അവൻ എവിടെയെല്ലാം മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വേഗം പോയത് ശിഷ്യന്മാരോട് പറയുവിൻ, ഗലീലയിൽ വെച്ച് നിങ്ങൾ അവനെ കാണും. ദൂത് കറക്റ്റാ, കാവൽക്കാർക്കും കിട്ടിയ ദൂത് കറക്റ്റ് തന്നെയാ. പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹം ഡിഫറെന്റ് ആയിരുന്നു. വേണ്ടുവോളം കൊടുത്തതൊക്കെ വേറെ മേടിച്ചു, സുവിശേഷത്തെ നേരെ വ്യാജമാക്കി കളഞ്ഞു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കൊണ്ടുപോയി, കട്ടുകൊണ്ടുപോയി. അമ്മേ സ്തോത്രം. വസ്തുത നാടുവായുടെ സന്നിധാനത്ത് എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയമാക്കിക്കൊണ്ട്, ഇങ്ങനെ കള്ള സുവിശേഷം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഫെയിമിന് വേണ്ടി സത്യം അറിഞ്ഞവർ തന്നെ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇന്നും നിർഭയരായിട്ട് അറിയിക്കുന്നവരുമുണ്ട്. മനസ്സിലായോ? അപ്പൊ സുവിശേഷം, വ്യാജ സുവിശേഷവും സത്യസുവിശേഷം ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്, യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന്. അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ദൈവം അത് അനുവദിക്കുന്നു. അങ്ങനെ താല്പര്യമുള്ളവര്, ഫെയിം താല്പര്യമുള്ളവര്, മെറ്റീരിയൽ കാര്യങ്ങൾ താല്പര്യമുള്ളവര്, ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന കാലത്തിൽ സുഖകരമായ ജീവിതം ആവശ്യമുള്ളവര്, ആമേൻ, സോഷ്യൽ വെൽഫെയർ സെന്റർ ആയിരിക്കുന്ന ക്രിസ്തു യേശു ഉണ്ട്. അത് മറ്റൊരു യേശുവാണ്. എന്നാൽ ക്രൂശിക്കപ്പെട്ടാൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന ദൂതും കറക്റ്റ് ആയിരിക്കും, അവരുടെ ചിന്താമണ്ഡലം കറക്റ്റ് ആയിരിക്കും, അവർ ഫൈൻ ട്യൂൺഡ് ആയിരിക്കും, അവർ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കും, ദിനം പ്രതി പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് കണ്ടിട്ട് വേണം ഈ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് പോകാനായിട്ട്. സ്തോത്രം. ഇനി ലൂക്കോസിലേക്ക് വരികയാണ്. സ്തോത്രം.
ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 13 എടുത്തോളൂ. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 13. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ സംഭവിച്ച, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കേട്ട കാര്യങ്ങൾ സംഭവിച്ച ആ ദിവസം തന്നെ, ദ സ്പോട്ടിൽ തന്നെ, നേരെ വെളുക്കുന്ന സമയത്താണ് സഹോദരിമാർക്ക് വെളിപ്പാട് കിട്ടിയത്. അവർ സുവിശേഷമായിട്ട് ശിഷ്യന്മാർ പാർക്കുന്ന മാളികമുറിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അന്ന് തന്നെ അവർ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ആരും, ഇത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ദൂതാണെന്ന് കരുതുകൊണ്ട് മറക്കരുത്, ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് എന്തോ ഇവിടെ പറയുവാനുണ്ട്. നമ്മൾ ഇന്ന് റോമാലേഖനത്തിൽ വായിച്ച വാക്യത്തിനോട് ബന്ധപ്പെടുത്തിയൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് എന്തോ പറയാനുണ്ടായിരിക്കും. അവനെ അറിയാതെ പെണ്ണ് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ, അനുകൂടെ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. അവൻ പറഞ്ഞതാണ്, താൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും കൂടെ ചേർന്ന് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും, ക്രൂശിക്കപ്പെടും, മരിച്ചടക്കപ്പെടും, 3-4 നാൾ ഉയർത്തെഴുന്നേൽക്കും, ഗലീലയിൽ വെച്ച് നമ്മൾ അവൾ കാണുമെന്ന് നേരത്തെ പറഞ്ഞതാ. ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് പോയി. പ്രോമിസുകളെല്ലാം ഹൃദയത്തിൽ നിന്ന് പോയപ്പോൾ മുഖം എപ്പോഴും വാടിയായിരിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ടു. പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണല്ലോ മുഖം വാടുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട് വാടിയ മുഖത്തോടെ നിന്നു. ആരാ ചോദിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റവനായി സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരമുള്ളവനോട് പറയുന്നത്. വാടിയ മുഖം, കുഴപ്പമൊന്നുമില്ല. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകരായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അപ്പോൾ അവരെന്താ മനസ്സിലാക്കി? 3.5 വർഷം കൊണ്ട് മനസ്സിലാക്കിയത് പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ഇത് മശിഹയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അവർക്ക് ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ക്രിസ്തു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല, ഒരു പ്രവാചകനാണെന്ന് മാത്രം മനസ്സിലാക്കിയായിരുന്നു. ഓക്കെ, നമ്മുടെ മഹാപുരോഹിതന്മാര് പ്രമാണികൾ അവരെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഇപ്പോൾ ആശ നഷ്ടപ്പെട്ടു. റോമാലേഖനത്തിലേക്ക് വരാൻ പോവാണ്. സ്തോത്രം. അപ്പോൾ അവരെ പ്രത്യാശിച്ചു വെച്ചിരുന്നു, ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ള മശിയ വരും, ക്രിസ്തു വരും. സമരിയക്കാരി സ്ത്രീ പോലും പറഞ്ഞു ക്രിസ്തു വരും എന്ന്, അല്ലേ? അപ്പോഴെല്ലാം ശരിയാക്കുമെന്ന്. വേശ്യ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ശമരിയക്കാരെ സ്ത്രീക്ക് പോലും ഒരു ചിന്തയുണ്ടായിരുന്നു, ക്രിസ്തു വരും, അപ്പോൾ എല്ലാം ശരിയാവും. ഇവിടെ അവനോട് കൂടെ നേരിട്ട് 3.5 വർഷം നടന്ന ശിഷ്യന്മാരിൽ 2 പേർക്ക് ദൂതൊക്കെ കേട്ടപ്പോൾ എന്ത് സംഭവിച്ച താട്ട് വായിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി, അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. സുവിശേഷം കേട്ടപ്പോൾ സന്തോഷമല്ല വരുന്നത്, ഭ്രമിച്ചു പോകുക. And when they were found not his body, they came saying that they had also seen a vision of angels which said that he was alive. And certain of them which were with us went to the sculpture and found it was even so as the woman had said, but him they saw not. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറയ്ക്ക് ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അപ്പോൾ ഇത്രനാൾ ക്രിസ്തുവിനോട് കൂടെ നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു, താൻ മശിഹയാണെന്ന് വിശ്വസിക്കാൻ ആസ്പദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അവൻ ബെത്ലഹേമിലാണ് ജനിച്ചത്. മീഖയുടെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കുന്നത് എനിക്ക് നിന്നിന്ന് ഉത്ഭവിക്കുമെന്ന് ബെത്ലഹേമിനെ കുറിച്ചുകൊണ്ട് ദൂത് പറയുകയാണ്. യെശയ്യാപ്രവചന പുസ്തകം സ്ഥിരമായിട്ട് വായിക്കുന്നവരാണ്. 7:14 പറഞ്ഞിരിക്കുന്നത്, കന്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. 21:23 പറയുന്നത്.
9:6 യേശുവ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവരെ വീരനാം ദൈവം, അത്ഭുത മന്ത്രി, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സങ്കീർത്തനങ്ങൾ അവിടെ ഇവിടേക്കായിട്ട് അനേക സ്ഥലങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ഈ വാക്കുകളിലൊക്കെ എഴുതിയിരുന്നിട്ടും അതേപോലെ തന്നെ ഇവര് പറഞ്ഞ തച്ചനായിരിക്കുന്ന യേശുവിന് സംഭവിച്ചു. അവൻ ബെത്ലഹേമിൽ ജനിച്ചു. ഹെരോദാവിന്റെ ഉപദ്രവം ഹേതുവായിട്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോണ്ടി വന്നു. അവരെ ഹേതുവായിട്ട് രാഹേൽ കരയത്തക്കവണ്ണം സ്തോത്രം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. ഹെരോദാവിന്റെ മരണശേഷം മിസ്രയീമിൽ തന്നെ മാനെ ഞാൻ വിളിച്ചു വരുത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിച്ച യേശുവിന് കൂടെ 3 വർഷം നടന്നവർക്ക് സുവിശേഷം, യഥാർത്ഥ സുവിശേഷം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സുവിശേഷം, ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്ത കേട്ടപ്പോൾ മുഖം സന്തോഷിക്കല്ല, മുഖം വാടിപ്പോയെന്ന്. പ്രത്യാശയില്ലാതെ മുഖം വാടിപ്പോയെന്ന്, ഹോപ്പ് നഷ്ടപ്പെട്ടു എന്ന്. തിരിച്ച് സ്വന്തം സ്ഥലത്തേക്ക് പോവുക. ഈ കൂട്ടത്തിൽ 3.5 വർഷം നടന്നത് വേസ്റ്റ് ആയിപ്പോയി. 3.5 വർഷം നടന്നത് വേസ്റ്റ് ആയിപ്പോയി. ഇനി അവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. മഹാപുരുഷന്മാരുടെ കയ്യിലകാന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കഥ തീരുമെന്നുള്ള ചിന്താഗതി. ഇവിടെ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നതിന്റെ വെടിക്കെട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പ് നഷ്ടപ്പെട്ട് പോകുന്ന സമയത്ത് അവർ പറയുകയാണ്, സ്തോത്രം, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഇന്ന് പലവർക്കും ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു നിന്റെ വ്യക്തിപരമായി നിന്റെ സോളി വെളിപ്പെട്ട, നിനക്ക് പുനരുദ്ധാനശക്തി നിന്റെ സോളി വെളിപ്പെടുത്തുമെന്നുള്ള ദൂത് കേൾക്കുമ്പോൾ പേടിയാ. ഞങ്ങളുടെ പ്രത്യാശ ഒക്കെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മുഖം ഇപ്പൊ വാടിയിരിക്കുക. ഈ നിസാരമായ മന്നത്ത് നിന്ന് ഞങ്ങൾ മടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞു, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരാരാ? ഈ പറയുന്ന സമയത്ത് സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല. കർത്താവ് ശിഷ്യർ രണ്ടുപേരോട് സംസാരിക്കുന്ന സമയത്ത് മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷം എഴുതിയിട്ടില്ല. അപ്പസ്തോല പ്രവൃത്തി തുടങ്ങി വെളിപ്പാട് പുസ്തകം ഒരു പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എന്നിട്ട് പറയാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ വിശ്വസിക്കാത്തവരെ കർത്താവ് വിളിക്കുന്ന എന്താ? ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. നമ്മള് റോമാലേഖനത്തിൽ 15:4 വായിച്ചതാണ്. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും, എന്താ പറയുക, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ കർത്താവ് തള്ളിക്കളയല്ല ചെയ്ത്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ളത്, അവർ കാത്തിരുന്ന മശിഹായെ കുറിച്ചുള്ളത് ഒന്നൊന്നായിട്ട് അങ്ങ് വിവരിച്ചു കൊടുത്തു. മികാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില്, ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കേണ്ടത് എനിക്ക് നിന്നിത് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഈ തച്ചനായ യേശു ജനിച്ചത് അവിടെ തന്നെയാണ്, ബെത്ലഹേമിലാണ്. അപ്പൊ അവർക്ക് കുറച്ചൊന്ന് കണ്ണു തുറക്കാൻ തുടങ്ങി. അപ്പൊ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഗീതങ്ങൾ പറഞ്ഞിരിക്കുന്നത് 18-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, മരണഭാഷകളെ ചുറ്റി അഗാധ പ്രഭാകളെ പ്രേമിപ്പിച്ചു, ഭാഷകളെ തുടർന്ന് പിടിച്ചു, മരണത്തിന്റെ കെണികളെ തുടർന്ന് പിടിച്ചു, എന്റെ കട്ടത് ഞാൻ യഹോവയുടെ നിലവിളിച്ചു. 116-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന 16-ാം സംഗീതത്തിൽ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, എന്റെ പരിശുദ്ധ ദ്രവത്തെ കാണാൻ സമ്മതിക്കുകയില്ല, പാതാളത്തിൽ കൈവിടുകയില്ല. ഇതെല്ലാം ഒന്നൊന്നായിട്ട് ചിട്ടമായിട്ട് അടക്കി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അവർക്ക്. അതാ പറഞ്ഞ, മോശ തുടങ്ങി, നിന്നെ പോലെ ഒരു പ്രവാചകന് ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവന്റെ വാക്ക് കേൾക്കാത്തവൻ അടിപടിക്കും തന്നെ എന്നിട്ടാ പോകുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളാൽ നമുക്ക് എന്തുണ്ടാകണം? പ്രത്യാശ വർദ്ധിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയുണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം, എന്നിട്ട് പ്രത്യാശ വർദ്ധിച്ചു വരണം. അപ്പൊ എവിടെയാ ഇന്ന് ശബ്ദം കേൾക്കുന്നവരെ, മുഖം വാടിയിരിക്കുന്നവര്, ഉയർത്തെന്നിട്ട് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടും വിശ്വസിച്ചിട്ടും ഇന്നും മുഖം വാടിയിരിക്കുന്നതിന് അതിന്റെ അർത്ഥം എന്താ?
തിരുവെഴുത്തുകളാൽ ആമേൻ എന്ത് വന്നിട്ടില്ല? സ്ഥിരത വന്നിട്ടില്ല. എന്നെ ആരും മുഖം ചൊളിച്ച് കാണിക്കല്ലേ, ഞാൻ ദൈവവചനമാണ് പറയുന്നത്. ദൈവത്തിന്റെ ആജ്ഞാതി പറയുന്നത് പ്രത്യാശം ഈ ലൂക്കോസിന്റെ ഭാഗം എടുക്കുന്നത് ഒരിക്കലും ചിന്തിച്ചതല്ല. വിശ്വാസത്തിൽ എങ്ങനെ തിരിച്ചതിന് ശേഷം ഇന്നും മുഖം വാടിയിരിക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? തിരുവെഴുത്തുകളാൽ എന്ത് ഉളവായിട്ടില്ല? സ്ഥിരത ഉളവായിട്ടില്ല. ഇന്നും ആടിക്കൊണ്ടിരിക്കുക. ഒരുത്തിന് അങ്ങനെ പറയുമ്പോൾ ഇങ്ങോട്ടാടി, വേറൊരുത്ത് ഇങ്ങനെ പറയും ഇങ്ങനെ ആടി, അധികം ഞാൻ വരെ പറയുമ്പോൾ ഇങ്ങനെ നിന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ടാടി. നമ്മളെവിടെ നിർത്തിയിരിക്കുന്ന അറിയാമോ? അതിവിശുദ്ധ സ്ഥലത്ത്, കൃപാസനത്തിനടുത്ത്, അരശേക്കൽ വെള്ളിയില് വീണ്ടെടുപ്പിന്റെ വിലയെ കാണിക്കുന്നതാണ് അരശേക്കൽ വെള്ളി. വെളിമേ നിവരെ നിൽക്കുന്ന പൊന്നുകൊണ്ട് പൊതിഞ്ഞ പലകകളായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. സമാപന കൂടാരത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവരായിട്ടല്ല. അതിനാണ് ഈ റോമാലേഖനത്തിൽ കൂടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവ് തള്ളിക്കളഞ്ഞില്ല. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർക്ക് വ്യാഖ്യാനം കിട്ടിയിട്ടില്ലായിരുന്നു. അവർക്കത് മറപൊരുളായിരുന്നു. പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന് അവിടെ തുടങ്ങിയാണ് വെളിപ്പാടുകൾ ആരംഭിക്കുന്നത്. അതുവരെ ഇതെല്ലാം കർഷനിട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഈ സമാനം കൂടാത്ത ഉപകരണങ്ങളൊക്കെയും അവരൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവാസം ചെയ്ത് പ്രയാണത്തിലേക്ക് പോകുന്ന സമയത്ത് അവൻ ആദ്യം പുരോഹിതന്മാർ വന്നിട്ട് ഈ അകത്തുള്ള ഉപകരണങ്ങളൊക്കെയും അതതിന് വിധിച്ചിരിക്കുന്ന വിധിപ്രകാരം തിരശ്ശീലകളിട്ട് മൂടും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആദ്യം തന്നെ മഹാപുരുഷനകത്ത് കടന്നു ചെന്ന് അവയെ തിരശ്ശീല അഴിച്ചെടുത്തിട്ട് ഈ പെട്ടകത്തിന്റെ മേളിലും വിടും. ഇവരാരും ഈ പെട്ടകം കണ്ടിട്ടില്ല. ഈ പുരോഹിതന്മാർ മാത്രമേ അകത്തുള്ള ഉപകരണം കണ്ടിട്ടുള്ളൂ. പുറത്ത് നോക്കുമ്പോഴൊക്കെ ഒരു കൂടാരം മാത്രം. ഇതിനകത്ത് നടക്കുന്ന കാര്യമൊന്നും കണ്ടിട്ടില്ല. ഇതേപോലെയാണ് പഴയ നിയമ വിശ്വാസികള്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഈ വചനത്തിന്റെ പൊരുളുകൾ. ഈ പഴയ നിയമത്തിലുള്ള ഈ പൊരുളുകൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ കൃപയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനല്ലാതെ നമുക്കിത് ഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പൊ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരെ റിബ്യൂക്ക് ചെയ്ത് തള്ളിക്കളഞ്ഞില്ല. മന്ദബുദ്ധികളെ എന്തൊക്കെ വിളിച്ചോ, എങ്കിലും അവർ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അപ്പൊ മുഖം വാടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വാക്യം കേൾക്കുമ്പോൾ മുഖം തെളിയണം. ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ഒരു പാട്ട് പാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പട്ടിണിയാവായിട്ടില്ല പൗലോസ് പറയുന്ന പോലെ. ഉടുത്തുടിക്ക് മറുതുടിയില്ല, തിര താമസമില്ല, കടലിൽ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അതുപോലെ പല പല ആപത്തുകളും നിറഞ്ഞിരിക്കുന്ന സമയത്ത് പറയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാരണം എന്താ? ഇസ്രായേലിൽ അവർക്ക് മന്നയാണ് കൊടുത്തത്. നമുക്ക് ദിനം പ്രതി വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ നീതീകരണം. ആവശ്യത്തിനനുസരിച്ച് അതിന്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സോളിലേക്ക് പകരുകയാണ്. ഫിസിക്കൽ എനർജി വേണോ, സ്പിരിച്വൽ എനർജി വേണോ, ഡിസിഷൻ എടുക്കാൻ ജ്ഞാനം വേണോ, പഠിക്കാൻ ബുദ്ധി വേണം, ജ്ഞാനം വേണോ? ജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവല്ല. എന്ത് എപ്പോൾ വേണമോ അതാത് സമയത്ത് അവർക്ക് മന്ന കൊടുത്തേക്ക് നമുക്ക് ഉയർത്തുന്ന ക്രിസ്തുവിനെയാണ് നമ്മുടെ സോളി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. പിന്നെ മുഖം വാടുകയല്ല വേണ്ടത്. ഈ ഘട്ടത്തിൽ കൂടെ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ്. എൻ്റെ കർത്താവ് പോയി അതേ പാതയിൽ തന്നെയാണ് ഈ ഘട്ടത്തിന്റെ പാതയിൽ. ഞാൻ പാളയത്തിനകത്തല്ല, പാളയത്തിന് പുറത്താണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അവർ കൂടെ നടന്ന് അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവര് ഞങ്ങളോടുകൂടെ പാർക്ക. ഇന്ന് ശബ്ദം കേൾക്കുന്നവർക്കൊന്ന് ക്ഷണിക്കാമോ? ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ അടയാളം നടത്തിയവനല്ല, നിനക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പാപയാഗമായി തീർന്നു. നിന്റെ ബേസ്റസിനെ കൊണ്ട് നിന്റെ മേൽ വരുന്ന ദൈവിക ഭരണം കൂടെ വിധിച്ചിരിക്കുന്ന ജസ്റ്റിസ്, നിത്യമായ മരണം നിനക്ക് പകരമായി തന്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും പറ്റു. ആ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ നീ പോയി യാതന അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി നിനക്ക് പകരം യാതന അനുഭവിച്ച് അടക്കപ്പെട്ട്
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന സ്വർഗത്തിന് ഭൂമിയിലിരിക്കുന്ന ക്രിസ്തുവിനെ നീ എന്നോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞു ക്ഷണിക്കാൻ പറ്റുമോ? നിന്റെ മുഖം വീണ്ടും തെളിയും. ഹല്ലേലൂയ. ഞങ്ങളോട് കൂടെ പാർക്കാം, നേരെ വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. കുറച്ച് നിർബന്ധം വേണം. കർത്താവേ, ഞാൻ എൻ്റെ സെൽഫിലേക്ക് ഉപേക്ഷിക്കാം. യു ആർ മൈ ലോർഡ്, യു ആർ മൈ അറ്റോൺമെന്റ്, യു ആർ മൈ ഫ്രണ്ട്, യു ആർ മൈ റിഡംപ്ഷൻ. നീ എൻ്റെ സകലതുമാണ്. കാരണം എന്താ? അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവനൊരുത്തൻ മാത്രമേ മധ്യസ്ഥനുള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു എന്ന ഏകന്റെ നാമം മാത്രമേ ഉള്ളൂ. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. സ്തോത്രം. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അതുവരെ കണ്ണ് തിരുവച്ചിരിക്കായിരുന്നു. അവർ അവനെ അറിഞ്ഞു. എങ്ങനെയാ? പേഴ്സണൽ റിവലേഷൻ അവർ സോളിൽ കിട്ടി. ഇത് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു തന്നെയാണ്. സഹോദരിമാർ വന്ന് ദൂത് പറഞ്ഞപ്പോൾ ഗ്രഹിച്ചില്ല. കാരണം എന്താ? തിരുവെഴുത്തുകളുള്ള അമ്മ സ്തോത്രം അവർക്ക് എന്ത് കിട്ടിയില്ല? സ്ഥിരതയില്ലായിരുന്നു. കാരണം എന്താ? വ്യാഖ്യാനിച്ച് കിട്ടിയില്ലായിരുന്നു. അത് മറപൊരുളായിരുന്നു. കർട്ടനിട്ട് മൂടിയിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനാണ് നാം സുവിശേഷം അറിയിക്കുന്നത്. കർത്താവ് നേരിട്ട് കടന്നു വന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ ബെത്ലഹേമിൽ പറഞ്ഞു, ഞാൻ ബെത്ലഹേമിൽ അല്ലയോ ജനിച്ചത്? എന്നെ പ്രതി അല്ലയോ ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊന്നത്? ഹെരോദാവിനെ പ്രതിയല്ലോ ഞാൻ മിസ്രൈമിലേക്ക് ഓടിപ്പോയത്? ഹെരോദിന്റെ മരണശേഷം എന്നെ വിളിച്ചു വരുത്തിയില്ലയോ? അങ്ങനെയാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെയും ദാവീദ് സംഗീതത്തിനും കൂടെ പറഞ്ഞതുപോലെ, നിന്റെ പരിശുദ്ധന്റെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. ചേട്ടൻ എന്റെ ശരീരം ദ്രവത്വം ഡീക്കാൻ സംഭവിച്ചിട്ടില്ല. പാതാളം എന്നെ പിടിച്ചു വെച്ചില്ല. ഇതൊക്കെ കേട്ടപ്പോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. യെസ്, ഇതേ ക്രിസ്തു തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതേ ക്രിസ്തുവിനെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സോളിൽ പേഴ്സണലായിട്ട് നിങ്ങൾ റിവീൽ ചെയ്യുക. നിങ്ങളുടെ മുഖപ്രകാശ ശോഭയെ തിരുവനന്തപുരം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദുഷ്ടശക്തിയില്ല. അവരുടെ മുമ്പിൽ നിൽക്കാൻ ഒരു വ്യാജ മധ്യസ്ഥനുമില്ല. ഒരു കൂടോത്രം ആഭിചാരം ഒരു സാരി തന്നെ ഫലിക്കയില്ല. നീ ക്രിസ്തുവിലാണെങ്കിൽ, അല്ലെങ്കിൽ നടക്കും. എത്രയോ പ്രാവശ്യം നമ്മൾ ശബ്ദം കേൾക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഉടനെ അവിടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു, പേഴ്സണലായിട്ട് അറിഞ്ഞു. യെസ്, ദിസ് ഈസ് ദ മെസ്സിയ. ഞങ്ങൾ കാത്തിരുന്ന ക്രിസ്തു ഇവൻ തന്നെയാണ്. ഇവൻ തന്നെയാണ് ഇസ്രായേലിനെ ഭരിക്കേണ്ടുന്നവൻ. അവിടെ ശക്തി എന്തായി? പുനരുദ്ധാന ശക്തി ഉള്ളിലേക്ക് കടന്നു. സംശയങ്ങൾ മാറിപ്പോയി. തിരുവഴുത്തിൽ എന്തായി? സ്ഥിരതയുണ്ട്. യെസ്, ദിസ് ഈസ് ദ ട്രൂ ഗോസ്പൽ. ഇതാണ് സത്യസുവിശേഷം. ഞാൻ മുറിയെ പിടിക്കും. കണ്ടു തുറക്കണം. ഹല്ലേലൂയ. അവൻ അവർക്ക് ഉടനെ കാര്യം നടന്നു അപ്രത്യക്ഷനായി. പിന്നെ അവര് സ്തോത്രം പൊറോട്ട ഇറച്ചെടുത്തത് അവിടെ കിടക്കുക എന്ന് ചെയ്തത്. സ്തോത്രം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലയോ? മുമ്പ് കത്താടിന്റെ കൂടെ നടന്നപ്പോൾ അല്പമായിട്ട് ഇങ്ങനെ മണ്ണെണ്ണ വിളക്ക് കത്തുന്ന പോലെ ആടി 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 ഇവൻ തന്നെയാണോ, ഇവൻ തന്നെയാണോ? മഹാപുരുമാരുടെ കയ്യിലാണ് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നു പോകും. അവര് ഇസ്രായേലിന് മസിയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നേ, തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു. ഇപ്പോഴും സഹോദരിമാര് വന്ന് പറഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റു വന്ന്. ഇത് നടക്കുന്ന സംഭവമാണ്. ലാസർ ഉയർത്തെഴുന്നേൽപ്പനുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല. ലാസർ ഉയർത്തെഴുന്നേറ്റ് കണ്ടവരാണ്. ഇത് ലാസർ ഉയർത്തെഴുന്നേറ്റത് പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല, പുനരുദ്ധാന ശക്തിയോടുകൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും ബന്ധിച്ച് അധികാരമുള്ളവനായി ഉയർത്തെഴുന്നേൽപ്പ്. നീ ഹൃദയത്തിൽ ഇവനെ സ്വീകരിച്ചാൽ അവൻ സ്വർഗത്തിലിരുന്ന് സ്വർഗത്തിലും ഭൂമിയിൽ എന്തിനേയും എന്തു ചെയ്യുന്നത് പോലെ നിന്നിൽ വസിച്ചുകൊണ്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ നിന്നിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നടത്തും. നമ്മൾ പലത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്ക് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ പറ്റില്ല. സ്തോത്രം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം. ഇന്ന് നോക്കിയേ, യെരുശലേമിൽ സമാധാനം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ക്രിസ്തു ഇല്ല. അവരിന്നും യേശുവിനെ മസിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്നും യെരുശലേം കത്തിപ്പോകുക. ഇപ്പൊ ഈ നമ്മൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും 2025 ജൂൺ 14 ആണെന്ന്. ഇന്ന് യെരുശലേം കത്തിപ്പോയിക്കൊണ്ടിരിക്കുക. യുദ്ധഭീതിയില. എപ്പോഴും സമാധാനം വരുന്നത് അവർ കുത്തിയമ്പലേക്ക് നോക്കും.
അവർ കുത്തിയമെങ്കിലേക്ക് നോക്കുന്ന ഒരു സമയം വരാം, അന്ന് സ്ഥിരമായിട്ട് അവൻ യേശുവിടെ 1000 ആണ്ട് വാഴും. അന്നാണ് യേശുപ്രഭു 2-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ അത് നിനക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളത്. നിനക്കുള്ളത് സുവിശേഷം ഇപ്പോഴാ. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വാണാൽ നിനക്ക് സമാധാനമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് പീസ് ഇല്ല. ടെമ്പററി പലതൊക്കെ തോന്നും. അപ്പൊ വിശ്വസിക്കുന്ന പലരും ബാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇതാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് കിട്ടുന്നത്. നീ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാണ്. ക്രിസ്തുവിനോട് കൂടെ സുഖം അനുഭവിക്കാൻ അല്ല വിളിച്ചിരിക്കുന്നത്, ക്രൂശ് എടുപ്പാനും ദിനം പ്രതി ക്രൂശ് എടുക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നീ എടുത്താൽ, സന്തോഷത്തോട് കൂടെ എടുത്താൽ, അവൻ പുനരുദ്ധാന ശക്തിയോട് കൂടി ഉയർത്തെഴുന്നേറ്റ് വീഴുമ്പോൾ, അവന്റെ കാഹളം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ക്രിസ്തു നിദ്ര പ്രാപിച്ച് കാഹളം കേൾക്കുമ്പോൾ അവനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ നിലയിൽ മറഞ്ഞിരിക്കുന്നു, കാഹളം കേൾക്കുമ്പോൾ അത് കർട്ടൻ മാറി റിവീലാകും. അതിപ്പോഴും സമ്പാദിക്കണം. അതാ പറഞ്ഞ പുതിയ നിയമത്തിലെ ഒരേ ഒരു നന്മയുള്ളൂ, ക്രൈസ്റ്റ് ജീസസ്. ക്രൈസ്റ്റ് ജീസസ്, ദ റിസറക്റ്റഡ് വൺ. വേണമോ? സ്തോത്രം. അവൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ? സ്തോത്രം. ഞങ്ങളോട് കൂടെ പാർക്ക, എന്നോട് കൂടെ പാർക്ക. തിരുവഴുത്തുകൾ കേട്ടു. ഇനി റോമലേഖനത്തിലേക്ക് വരാം. സ്തോത്രം. എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്നതൊക്കെയും, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തോടെ അങ്ങ് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അടക്കം ചിട്ടമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും നിങ്ങൾ വായിച്ചാൽ പിന്നെ ആരും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ചെയ്യില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കത്തണം, ദിനം പ്രതി കത്തണം. ശത്രുവായ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കത്തണം. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവരാദ്യം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇങ്ങനെ അങ്ങോട്ട് കത്തുമ്പോൾ ശത്രുവിന്റെ ചങ്ങലയും മുഖത്തെ വാട്ടൊക്കെ ആവും. ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളുടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. നമ്മളോട് കെടുത്താൻ നോക്കുന്ന ദുഷ്ടനെ സൃഷ്ടിച്ചത് അവനാണെന്ന്. ഇനി അങ്ങ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് പോയാൽ, ഹല്ലേലൂയ, ആന്റി ക്രൈസ്റ്റിന്റെ മേൽ ന്യായവിധി. 20-ാം അധ്യായത്തിൽ പോയാൽ സേറ്റാന്റെ മേൽ ന്യായവിധി, സേത്താനും അവന്റെ ദൂതന്മാരുടെ മേൽ ന്യായവിധി. ഇതൊക്കെ അകത്തോടെ കത്തിക്കഴിഞ്ഞാൽ നിന്റെ മുഖം വാടിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഭൂം എന്ന് പറഞ്ഞ് ഓടിത്തെറിച്ചു പോകും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടാ പറയുന്നത്. ഇതാണ് ആരാധനയിൽ നമ്മൾ ചെയ്യേണ്ടത്. ധ്യാനിക്കുക നമ്മുടെ ശരീരങ്ങളെ. നമ്മൾ 12-ാം അധ്യായത്തിൽ വായിച്ചല്ലോ റോമൻസ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക, ക്രിസ്തു മുമ്പിൽ വസിക്കാൻ തക്കവണ്ണം. അതിനുള്ള ക്രമീകരിക്കുന്ന ഉപദേശമാണ് നമ്മൾ റോമാലേഖത്തിൻ്റെ ഈ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2 ചാപ്റ്ററിൽ. 15, 16 കൂടെ. നമ്മൾ 15 ചാപ്റ്റർ കഴിഞ്ഞ 16-ലെല്ലാം അവർക്ക് വന്ദനങ്ങൾ അറിയിക്കുന്ന കാര്യം, ഇത് പഠിക്കേണ്ട കാര്യം 1-2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ തിരുവെഴുത്തുകളാൽ പഴയ നിയമത്തിലെ ഓരോ വാക്കുകളും ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ സ്ഥിരത ഉളവാകണം. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രോമിസുകളൊക്കെയും സ്പിരിച്വലായിട്ട് നമുക്കുള്ളതാണ്. അബ്രാഹാമിനെ അനുഗ്രഹിച്ച പോലെ ബെറ്റിന്റെ അനുഗ്രഹമല്ല, അത് ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുള്ള പ്രോമിസാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് നിത്യമായ യുഗായുഗങ്ങൾ പുതിയ യെരൂശലേമിൽ അവനോട് കൂടെ ഒരേ സിംഹാസനത്തിൽ നിന്ന് വാഴുന്ന പ്രോമിസാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ തിരുവെഴുത്തുകളും വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓരോ വെളിപ്പാടുകൾ നമുക്ക് വചനത്തിൽ മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയം സ്ഥിരതയിൽ വരണം. യെസ്, ഈ പ്രോമിസ് ഇതൊക്കെ നടന്നുവെങ്കിൽ എന്നോട് വ്യക്തിപരമായിട്ട് ഈ തിരുവെഴുത്തിലൂടെ വിശ്വസിക്കുന്നവർ പറഞ്ഞിരിക്കുന്ന സൗജന്യമായ നീതീകരണം, അതിന് കൂടുതലൊക്കെ വേണ്ടേ? ക്രിസ്തു ദൈവരാജ്യത്തിന്റെ നിയമം മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തോളം പൂർണ്ണ സംരക്ഷണം പ്രതിഫലമാണ് അവന് കൊടുക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടുന്നത്. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തോളം പൂർണ്ണ സംരക്ഷണം. 1 കോടി ദൂതന്മാരതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണോ? ഉടനെ ദൈവം തരും. ഒരൊറ്റ ദൂതനാണ് ഹിസ്കിയാവിന്റെ ഭരണകാലത്ത് അശ്ശൂർ 1,85,000 പേരെ ഒരു രാത്രി കൊണ്ടുവന്നത്. 1,85,000 പേര്, ഒരു ദൂതൻ. അതിനേക്കാൾ ശക്തിയേറിയ ദൂതന്മാരാണ് നിനക്ക് പേഴ്സണൽ സെർവൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാര്, ബോഡി ഗാർഡ്സ്. പക്ഷേ പട്ടിണിയായിരിക്കാം, നിന്നയും പരിഹാസമായിരിക്കാം. ഇതെല്ലാം എടുക്കാനുള്ള ക്രൂശ് എടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം.
നമ്മുടെ ഭൗതികമായ ജീവിതത്തില് ക്രൂശ് വഹിച്ചോടെ, പക്ഷെ സ്പിരിച്വൽ നമ്മളാരാ? രാജാതി രാജാവിനോട് കൂടെ രാജാക്കന്മാരാ. സ്വർഗത്തിനും ഭൂമിയിലുള്ള എന്തിനേയും എന്ത് ചെയ്യാൻ അധികാരമുള്ളവരോട് കൂടെ നമ്മളും സ്വർഗത്തിനും ഭൂമിയിലുള്ള എന്തിനേയും എന്ത് ചെയ്യാൻ കഴിവുള്ളവരാ. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ക്രിസ്തുവിനോട് കൂടെ ഭൂരാജാക്കന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കണോ, നമ്മൾ കൂടെ അവരത് ചെയ്തെടുക്കും. നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങളോട് കൂടെ പാർക്കാന്ന് അവർ വിളിച്ചത്. നിനക്ക് വിളിക്കാൻ പറ്റുമോ? ഫ്രീ എന്ന് പറഞ്ഞ് അവർ അവനെ നിർബന്ധിച്ചു. ലോർഡ്, യു മസ്റ്റ് കം, യു മേ കം എന്നല്ല, യു മസ്റ്റ് കം. ദിസ് ഈസ് യുവർ ബോഡി. ഈ ശരീരം ഞാൻ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക, ഈ സോളും ആത്മാവും ഞാൻ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. വാട്ട് ആർ ഗുഡ് ഫോർ മീ യു ക്യാൻ ഡു, ബട്ട് യു ആർ മൈ ലോർഡ്. സ്ഥിരത ഉളവാകുന്നുണ്ടോ? തിരുവെഴുത്താൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും. തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഭ്രമിക്കുകയല്ല ചെയ്യുന്നത്. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് അവന്റെ ഉള്ളിൽ ആ പുനരുദ്ധാന ശക്തി വ്യാപരിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോട് യഹോവയുടെ പ്രവർത്തികൾ വർദ്ധിക്കും. 112 സംഗീതത്തിൽ ദാവീദ് പറയുകയാണ്. ദാവീദിനേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാര് നമ്മൾ, ദാവീദിനേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാ. സ്തോത്രം. ആശ്വാസത്താൽ നമുക്ക് എന്തുകൊണ്ടാവണം? പ്രത്യാശ വർദ്ധിക്കണം. അപ്പൊ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ സ്ഥിരത, സ്തോത്രം, ആശ്വാസം. സുവിശേഷം കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകല്ല, മുഖം വാടിപ്പോകല്ല. വാടി മുഖത്തോടെ യെസ്, ഐ വിൽ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, ഐ വിൽ റിലൈ ഓൺ ഹിം ആൻഡ് ഹി ഈസ് മൈ ഫ്രണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനം വെച്ചു കൊടുക്കുന്നേക്കാളും അധികമായി സ്നേഹമില്ലെന്ന് തിരുവായിക്കൊണ്ട് അരളിച്ചതവൻ ഈസ് മൈ ഫ്രണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഇനി മരിക്കേണ്ട ആവശ്യമില്ല, അവൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. എങ്കിലും ആ സ്വഭാവത്തെ വിളിച്ച് പറയാണ്, നാം രക്ഷിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. അധികാരങ്ങളെ മാറ്റണമോ, ഭരണകൂടത്തെ മാറ്റണമോ, സാമ്രാജ്യത്തെ മാറ്റണമോ, ഒരു ദൈവ പൈതലിന് വേണ്ടി അവൻ അത് ചെയ്തെടുക്കും. നിങ്ങൾക്ക് വേണേൽ അനുഭവിക്കാം. ജസ്റ്റ് ഇൻവൈറ്റ് ഹിം ടു ലിവ് ഇൻ യു. നിന്റെ ഇഷ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാനല്ല, അവൻ്റെ ഇഷ്ടം എന്നിൽ പൂർത്തിയാകുവാൻ. ലോർഡ്, യെസ്, യു ആർ മൈ ഫ്രണ്ട്, യു ആർ മൈ ലോർഡ്, യു ആർ മൈ സാൽവേഷൻ, യു ആർ മൈ റിഡംഷൻ. ദൈവമേ കർത്താവ് വചനങ്ങളാൽ നമ്മൾ ഉറപ്പിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവ് തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യാശ വർദ്ധിക്കട്ടെ കർത്താവ്. നീ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്തൃത്വയോ വൻ കാര്യങ്ങൾ ചെയ്തു. ആ പ്രായശ്ചിത്തത്തിലേക്ക് നോക്കുക കർത്താവ്. ഞങ്ങളുടെ കണ്ണുകളായി യാഗപ്പെടുത്തിലേക്ക്, ആ കാൽവരി ക്രൂശ് എന്ന യാഗപ്പെടുത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുകയാണ്. യാതൊരു അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങൾ കോടി വർഷത്തെ നിങ്ങൾ നരകത്തിൽ വെന്തിരിയേണ്ടതിന് ദൈവക്രോധം കുടിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് പകരമായി ആ പാനപാത്രം മുഴുവനും കുടിച്ച് ഞങ്ങളെ സ്വതന്ത്രമാക്കിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ആ ഡിവൈൻ ലവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇനി വിശ്വസ്തതയ്ക്കായ സ്തോത്രം. ഈ അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ നടത്തുവാൻ തക്കോണം നീ വിളിച്ച് വേർതിരിച്ച നിന്റെ സ്നേഹിതനായ അബ്രാഹാമിൻ്റെ സന്തതികളിൽ നിന്ന് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. ജാതികൾ, സമൂഹങ്ങൾ, മതങ്ങൾ, ഭൂരാജാക്കന്മാർ പോലും കത്താൻ നിന്റെ ജനത്തെ നിന്ദിക്കുന്നു. അവരെ കത്താൻ നിന്റെ നാമത്തിൽ ഞങ്ങൾ സ്ഥാനഭ്രഷ്ടരാക്കിയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാ നിന്നോടുകൂടെ ഏക ശരീരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇസ്രായേലിനോട് കപടം വക്രത കാണിക്കുന്ന, വഷളത്വം കാണിക്കുന്ന ദുഷ്ടശക്തികളെ, ഭരണകൂടങ്ങളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.